സുരേഷ് ഗോപിയെ കുറിച്ച് കൗതുകമുള്ളൊരു കാര്യം പറയാം. മീൻ പോസിറ്റീവായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മനുഷ്യനാണ് ഈ സുരേഷ് ഗോപിക്ക്. ഇന്നും ഉള്ളിൻ്റെ ഉള്ളിൽ പകുതി ഒരു ഭരചന്ദ്രൻ IPS ആണ്. പുള്ളിയുടെ നന്മയും അതാണ്, പുള്ളി ആൾക്കാർ ട്രോൾ ചെയ്യാനുള്ള കാര്യവും അതാണ്. പുള്ളി പറയുമ്പോൾ ഉള്ളിൽ നിന്ന് മാത്രമേ പറയൂ. പുള്ളി പറയുന്ന കാര്യത്തോട് നമുക്ക് യോജിക്കാം വിയോജിക്കാം, പക്ഷേ ഹൃദയത്തിൽ തട്ടി മാത്രമേ ആ വ്യക്തി സംസാരിക്കുകയുള്ളൂ. അപ്പോൾ അതായത് നന്മയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ചില വാക്കുകളെ ചില ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ദുർവ്യാഖ്യാനം ചെയ്തും കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം, ആൾക്കാരുടെ കഞ്ഞിപ്പാത്രത്തിൽ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹം എനിക്കൊന്ന് രാജ്യസഭയിൽ ഇരിക്കുമ്പോഴാണെന്ന് തോന്നുന്നു, ₹1 ശമ്പളം പുള്ളി എടുത്തിട്ടില്ല. ആ ശമ്പളം മുഴുവൻ ആർക്കെങ്കിലുമൊക്കെ വീതിച്ചു കൊടുക്കുകയാണ്. അത്യാവശ്യം രാജ്യസഭ എംപിക്ക് നല്ല ശമ്പളമുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് നല്ലതല്ലേ? അവിടെയാണ് ഞാൻ പറയുന്നത്, ശ്രീ സുരേഷ് ഗോപി BJP എന്നാണെങ്കിലും, മുമ്പ് ആമിർ ഖാൻ ഇതുപോലെ സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടുന്നതാണെങ്കിലും, ഇനി വേറെ ഏതെങ്കിലും പാർട്ടിക്കാരൻ കോൺഗ്രസിനോട് ബന്ധപ്പെട്ട് ആരാണെങ്കിലും, ഇവർ വരുമ്പോൾ നമ്മൾ ഇവരെ പ്രൊമോട്ട് ചെയ്യണം. സുരേഷ് ഗോപിയെയും അല്ലെങ്കിൽ ശ്രീ മുകേഷിനെ, CPM നിന്ന് ശ്രീ മുകേഷിനെ, BJP നിന്ന് സുരേഷ് ഗോപിയെ, അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ശശി തരൂരിനെ, ഇവരെയൊക്കെ ഉപയോഗിച്ച് നമ്മൾ കേരളത്തിന് പരമാവധി നന്മയുണ്ടാക്കണം. കാര്യം ഇവരൊന്നും 10 രൂപയ്ക്ക് വേണ്ടിയിട്ട് വരുന്നതാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശ്രീ മുകേഷോ ശ്രീ സുരേഷ് ഗോപിയോ ശ്രീ ശശി തരൂറോ 10 രൂപയ്ക്ക് വേണ്ടി വരുന്നതാണോ? ഇവർ കൈയിട്ട് വരേണ്ട വല്ല ആവശ്യമുണ്ടോ? സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാറാണ്. മോഹൻലാലും മമ്മൂട്ടിയും കഴിഞ്ഞാൽ സുരേഷ് ഗോപിയാണ്. ശ്രീ ശശി തരൂർ ലോക പൗരനാണ്. ശ്രീ മുകേഷ് ഇത്രയും വർഷത്തെ സിനിമ, സാംസ്കാരിക, സാമൂഹ്യ മേഖലകളിൽ നിറഞ്ഞിരിക്കുന്നൊരു വ്യക്തിയാണ്. ഇവർ പൊതുപ്രവർത്തനത്തിന് വരുമ്പോൾ, ഞാനത് മലയാളികൾ നമ്മുടെ സ്പിരിറ്റായിട്ട് പറയാൻ, നമ്മൾ ഇവരെ പരമാവധി ലെവറേജ് ചെയ്ത് യൂസ് ചെയ്ത് നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി യൂസ് ചെയ്യണം. അങ്ങനെ പകരം ഇവരെ ട്രോൾ ചെയ്ത് ഇവരെ നെഗറ്റീവ് എടുപ്പിച്ച് മാറ്റണം എന്നുള്ളതല്ല. ശ്രീ സുരേഷ് ഗോപി പറയുമ്പോൾ അദ്ദേഹം ഒരു പക്കാ രാഷ്ട്രീയക്കാരനല്ല. അപ്പോൾ അദ്ദേഹം ഈ മെഷർ വെച്ച് പറയില്ല, മനസ്സിൽ വരുന്നത് പറയും, അതിവൈകാരികമായിട്ട് പറയും. അപ്പോൾ അത് ആ വ്യക്തിയുടെ നന്മയാണ്. സുരേഷ് ഗോപി നാളെ മറ്റേ കടുത്ത രീതിയിൽ ശ്രീ പിണറായി വിജയൻ സംസാരിക്കുന്ന പോലെയോ, നമ്മുടെ സ്വരാജ് സഖാവ് ഗംഭീരമായിട്ട് സംസാരിക്കും, CPM-ലെ സ്വരാജ് സഖാവ് സംസാരിക്കുന്ന പോലെ കൃത്യമായി അളന്ന് മുറിച്ച് 1953 ഓഗസ്റ്റ് 12 രാവിലെ 10 മണിക്ക് ഭരണഘടന ഇങ്ങനെ പറഞ്ഞു ഒന്നും പറയാൻ പോണില്ല. അപ്പം ഇദ്ദേഹത്തിൻ്റെ ശക്തി, ഇദ്ദേഹം സിനിമാ താരമാണ്, ഇദ്ദേഹം ഹൃദയം കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ കേരളത്തിന് പരമാവധി അദ്ദേഹം നമ്മൾ ഒരുമിച്ച് നിന്ന്, നമ്മളെന്ന് പറഞ്ഞാൽ പൊതുസമൂഹം ഒരുമിച്ച് നിന്ന് എങ്ങനെ നേടാം. ഇതേപോലെ തന്നെ ശ്രീ ശശി തരൂർ, ഞാൻ പലപ്പോഴും കോൺഗ്രസിലെ സുഹൃത്തുക്കളോട് പറയുന്നത്, ഉപയോഗിക്കുക. ശശി തരൂറിന് ഇവിടെ MP മാറിപ്പോയ ഒരു നഷ്ടവുമില്ല. അതായത് ശശി തരൂരിനെ ഒരു സ്പീച്ചിന് വേണ്ടി വിളിക്കണമെങ്കിൽ ഇയാൾ MP അല്ലെങ്കിൽ അദ്ദേഹം MP അല്ലെങ്കിൽ നമ്മൾ 1.5 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം 10 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും. MP ആണെങ്കിൽ ഫ്രീ ആയിട്ടും നമ്മുടെ നാട്ടിൽ ചെയ്യും. ശ്രീ ശശി തരൂർ എന്ന റിസോഴ്സിനെ നിങ്ങൾ ഉപയോഗിക്കണം. ഇതേപോലെ CPM-നോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് ശ്രീ GS പ്രദീപ്, അശ്വമേധം ചെയ്യുന്ന GS പ്രദീപ്. ശ്രീ GS പ്രദീപിനെയൊക്കെ നമ്മുടെ പൊതുമണ്ഡലത്തിന് വേണ്ടി ഉപയോഗിക്കണം. അത് അവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. ഞാൻ എല്ലാ പാർട്ടിയിലെയും പറഞ്ഞത്, എല്ലാ പാർട്ടിയിലും ഇതുപോലെ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ രമേശ് പിഷാരടി, ഇപ്പം കോൺഗ്രസ്സിൽ രമേശ് പിഷാരടി വലിയൊരു അസറ്റാണ്. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വ്യക്തിപരമായി ഇൻ്റലിജൻ്റ് ആയ ഒരു വ്യക്തിയാണ് രമേശ് പിഷാരടി. തമാശ പറയുന്നത് പിഷാരടി ഒന്നുമല്ല, പിഷാരടി ഈസ് എ ഷാർപ്പ് ബ്രെയിൻ. രമേശ് പിഷാരടിയെ കോൺഗ്രസ് പാർട്ടി കേരളത്തിൻ്റെ പൊതു നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. ശശി തരൂർ സാറിനെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ശ്രീ മുകേഷിനെ ഉപയോഗിക്കണം, ശ്രീ സുരേഷ് ഗോപി, അതാത് പാർട്ടികൾ ഇങ്ങനെ ഉപയോഗിക്കുന്നതിന് പകരം ഇവരെ ട്രോൾ ചെയ്ത് ഇവരുടെ ഒരു വരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് പറഞ്ഞ് അവരെ ആക്രമിക്കുന്നതിന് പകരം ഇവരാരും പക്കാ രാഷ്ട്രീയക്കാരല്ല. പകരം പണ്ട് നസീർ സാർ, അതായത് മഹാനായ പ്രേം നസീർ സാർ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയത്തിൻ്റെ മറ്റു കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അമിതാഭ് ബച്ചൻ, അതായത് ഇന്ത്യൻ സിനിമയുടെ താരരാജാവായിരുന്ന അമിതാഭ് ബച്ചൻ, പണ്ട് രാജീവ് ഗാന്ധിയുടെ അടുത്ത സുഹൃത്തായിരുന്നു. പിന്നീട് ഇവർ തെറ്റി, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ സമാജ്വാദി പാർട്ടി പോയത്. ഇവരൊന്നും 10 രൂപ ഇതിൽ നിന്ന് കൈയിട്ട് വരാമെന്ന് പറഞ്ഞ് വരുന്നതല്ല. പരമാവധി നമ്മൾ അവരെ നമ്മുടെ കേരളത്തിൻ്റെ, ഇന്ത്യയുടെ നന്മയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി ഉപയോഗിക്കണം. അതാണ് പൊതുസമൂഹം ചെയ്യേണ്ടത്. അതെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ സുരേഷ് ഗോപി സാറിൻ്റെ പബ്ലിക്കിനോടുള്ള, അതായത് ഈ ഇലക്ഷന് മുമ്പ് ഞാൻ നേരിട്ട് സംസാരിച്ച ഇൻ്റർവ്യൂ എടുത്തിട്ടുള്ളതാണ്. എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റും കൂടിയാണ്. അപ്പോൾ ലൈക്ക് ആൾ ജയിച്ചപ്പോൾ ഞാൻ സ്റ്റോറി വരെ ഇട്ടതാണ്, നമ്മൾ പാർട്ടിയെ ഒന്നും നോക്കാതെ തന്നെ. ബട്ട് സ്റ്റിൽ ഇപ്പോൾ പബ്ലിക്കിൻ്റെ അടുത്തായാലും ചില ഇടപെടലുകൾ, എന്താ പറയുക, സുരേഷ് ഗോപി ചേട്ടൻ ഒരു 10-20 മിനിറ്റ് സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹം അതിൽ നിന്ന് 1-2 മിനിറ്റ് ഇമോഷണലായി സംസാരിക്കുന്നത് മാത്രം കട്ട് ചെയ്തിടുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഉദാഹരണം പറയാം, അദ്ദേഹം ഈ പറഞ്ഞ, ഞാൻ ലൈവായിട്ട് പറയാം, ഞാൻ റിപ്പോർട്ടർ ചാനൽ നമ്മുടെ സ്മൃതിജിയുടെ കൂടെ ശ്രീമതി സ്മൃതി പരത്തിക്കാണ്ടിരുന്നപ്പോൾ ശ്രീമതി സ്മൃതി പരത്തിക്കാട് ചോദിച്ചു, കഞ്ഞിപ്പാത്രത്തിൽ ഇട്ടുകൊടുത്തു എന്ന് തമ്പ്രാൻ പറഞ്ഞു എന്ന്. അപ്പം കഞ്ഞിപ്പാത്രം എന്ന വാക്ക് സുരേഷ് ഗോപി ഉപയോഗിച്ചു എന്നുള്ള സത്യമാണ്. പക്ഷേ ഇട്ടുകൊടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് സുരേഷ് ഗോപി എന്തോ നമുക്ക് ചാരിറ്റി തന്നു തോന്നും. ശ്രീ സുരേഷ് ഗോപി ഇട്ടുകൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല.
ഇതിൻ്റെ പ്രശ്നം ചില വാക്കുകളെ ധ്വനിപ്പിക്കുന്ന രീതിയിൽ സുരേഷ് ഗോപി രാജാവായിട്ട് കലിങ്കിലിരിക്കുകയാണ്. ആ പരിപാടി കണ്ടോന്നറിയില്ല. ആ പരിപാടിയിൽ സുരേഷ് ഗോപിയുടെ തൊട്ടിപ്പുറത്ത് ആദിവാസി രാജാവ് മന്നാൻ അദ്ദേഹം ഇരിപ്പുണ്ട്. സുരേഷ് ഗോപി അവിടെ സാധാരണക്കാരനായി പോയി ഇരിക്കുകയാണ്. പിന്നെ സുരേഷ് ഗോപിക്ക് ഇമോഷണൽ ആയതുകൊണ്ട് ഈ നല്ല രാഷ്ട്രീയക്കാരുടെ എന്ന് പറഞ്ഞാൽ മനസ്സിൽ ചീത്ത വിളിച്ചുകൊണ്ട് വെളിയിൽ ചിരിച്ചുകൊണ്ടിരിക്കും. സുരേഷ് ഗോപിക്ക് അത് പറ്റൂല. മനസ്സിലുള്ളത് പുറത്ത് കാണും. അത് പുള്ളിയുടെ നന്മയായിട്ട് നമ്മൾ കണ്ടില്ലെങ്കിൽ മന്ത്രിയല്ലേ അങ്ങനെ ദേഷ്യപ്പെടാമെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ അങ്ങനെയാണ്, റോ ആണ്. അത് അദ്ദേഹത്തിൻ്റെ നന്മയാണ്. ഏതോ ഒരു ഇന്റർവ്യൂവറോട് മറ്റേ ഞാൻ മൂക്കിലേക്ക് വലിച്ച് കയറ്റും, ആ മനുഷ്യൻ്റെ നന്മയാണ്. അപ്പം അതിനെ ആ പോസിറ്റീവായി കാണുന്നതാണ് നമ്മുടെ സ്ട്രെങ്ത്. അതെ. ഈ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ PM ശ്രീ പദ്ധതി ഉണ്ടല്ലോ, അതിൽ കേരളം സൈൻ ചെയ്തു. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ ഭരണപക്ഷത്തിന് 2 അഭിപ്രായം ഉണ്ടല്ലോ. അപ്പോൾ എന്താണ് രാഹുൽ ഈശ്വറിന്റെ നിലപാട്? PM ശ്രീക്ക് വേണ്ടി പല സ്കൂളുകളിലും ഞാൻ സെഷൻ എടുത്തിട്ടുണ്ട്. PM ശ്രീ വരുന്നത് നല്ലതാണ്. PM ശ്രീക്ക് വേണ്ടി ഇപ്പോൾ 1500 കോടി രൂപയുടെ ഫണ്ടുണ്ട്. നമ്മുടെ കേരളം അത് ലാപ്സ് ആക്കേണ്ട ഒരു കാര്യമില്ല. എന്നാൽ നേരെ തിരിച്ച് ഏതെങ്കിലും രീതിയിലുള്ള വർഗീയതയോ വിദ്വേഷമോ വിഭജനമോ അതിൻ്റെ ഭാഗമായി ആരെങ്കിലും കുത്തി നിറയ്ക്കാൻ നോക്കിയാൽ അത് പ്രതിരോധിച്ചാൽ മതി. ഇത് പോസിറ്റീവായി പോണ്ടേ? കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ PM ശ്രീ നടപ്പാക്കിയിട്ടില്ലേ? നാളെ PM നരേന്ദ്രമോദിജി മാറി രാഹുൽ ഗാന്ധി ആകാമല്ലോ. നാളെ PM രാഹുൽ ഗാന്ധി ആയിക്കൂടെ? ഇപ്പോൾ ഷാഡോ പ്രൈം മിനിസ്റ്ററാണ്, അല്ലെങ്കിൽ ഒപ്പോസിഷൻ ലീഡറാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായൊരു നിലപാടെടുക്കണം. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി മോശമൊന്നുമല്ല. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വളരെ നല്ലതാണ്. ഒരുപാട് നല്ല എലിമെൻറ്റ്സ് ഉണ്ട്. അതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ള എലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ തത്വാധിഷ്ഠിതമായി മാറ്റിയാൽ മതി. ഇപ്പോൾ ഒരു ഷർട്ട് ഉണ്ടെന്നിരിക്കട്ടെ, ഒരു നല്ല ഷർട്ടിൻ്റെ ഏതെങ്കിലും കൈയുടെ ഒരു ലെങ്ത് കൂടി പോയിന്നിരിക്കട്ടെ, ആ ലെങ്ത് മാത്രം കുറച്ചാൽ പോരെ, ഷർട്ട് കളയണോ? വേണ്ട. അപ്പോൾ അതേപോലെ NEPക്ക് ഒരുപാട് NEP ഒരു വേൾഡ് ക്ലാസ് സാധനമാണ്. നല്ല എലിമെൻറ്റ്സ് ഉണ്ട്. അതിലെ പോസിറ്റീവ് എലിമെൻറ്റ്സിനെ എടുക്കുക. വിഭജനമോ വിദ്വേഷമോ മറ്റു കാര്യങ്ങളുണ്ട് അതിനെ അങ്ങ് മാറ്റുക. അതാണ് അതിൻ്റെ റൈറ്റ് വേ. അപ്പോൾ അവിടെ തന്നെ ഗോവിന്ദൻ മാസ്റ്ററിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ, നമുക്ക് അവരുടെ പൈസ വാങ്ങാം പക്ഷേ നടപ്പാക്കേണ്ടതെന്നുള്ളത്. ഈ അടവ് നയം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു കള്ളത്തരാണ്. രാഷ്ട്രീയത്തിൽ അടവ് നയമൊക്കെ വേണ്ടി വരില്ലെന്നൊന്നുമല്ല. ആത്മാർത്ഥതയാണ് ഏറ്റവും നല്ലത്. ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. അപ്പോൾ അതിനോട് എതിർപ്പുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ എതിർക്കാം. അല്ലെങ്കിൽ നെഗറ്റീവായ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ, പ്രൊപ്പഗാൻഡകൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ എതിർക്കണം. പക്ഷേ അല്ലാതെ എന്താ പറയണേ, ഏതോ എനിക്ക് തോന്നുന്നു ആൾക്കാർ ഗുജറാത്തിലെ ഏതോ ഒരു ടെക്സ്റ്റ് ബുക്കിൽ വന്നതായിട്ട് പറയപ്പെടുന്നു, ശരിയാണോന്ന് അറിയില്ല, മഹാത്മാഗാന്ധി ആത്മഹത്യ ചെയ്തതാണ്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എതിർക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനൊരു പൊതു സ്വത്വമുണ്ട്, ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ആ ഐഡൻറ്റിറ്റിയോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇല്ല. രാഷ്ട്രീയത്തിന് പ്രായമുണ്ടോ? ഇല്ല, പ്രായമില്ല. ഈ മോഹൻ ഭഗത് പറയുന്നുണ്ടായിരുന്നു 75 വയസ്സിൽ വിരമിക്കണം. അവർ പറയുന്നത് അതിൻ്റെ ഒരു സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ യങ്സ്റ്റേഴ്സിന് അവസരം കൊടുക്കണം. അത് സത്യമാണ്. പക്ഷേ ഈ ഗൈഡൻസ് റോളിൽ മുതിർന്നവരുണ്ടാകുന്നത് നല്ലതാണ്. അത് വെറും ഒരു ഗൈഡൻസായി മാത്രമല്ല, ആക്റ്റീവായ ഗൈഡൻസ്. ശരിക്കും ഒരു സൊസൈറ്റി മുമ്പോട്ട് പോകുന്നത് എങ്ങനെയാണ്? യൂത്തിൻ്റെ എനർജിയും മുതിർന്നവരുടെ എക്സ്പീരിയൻസും തമ്മിലുള്ള ബ്ലെൻഡ്. ഇത് ബ്ലെൻഡ് ചെയ്യണം. യൂത്തിന് എനർജി ഉണ്ടാവും. നമ്മളെല്ലാം യങ്സ്റ്റേഴ്സ് കുറേ കൂടെ എനർജി, കുറേ കാര്യങ്ങൾ ചെയ്യും, ലോകം മാറും, ഇങ്ങനെയൊക്കെ വിശ്വസിച്ചാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. പ്രായമായവർക്ക് കുറച്ചുകൂടെ പക്വതയും ലോകവീക്ഷണവും കാണും. അവർക്ക് കുറേ കൂടെ പ്രായോഗികത ഈ വിഷയത്തിലുണ്ടാകും. അപ്പോൾ ഐഡിയലിസമാണ് യങ്സ്റ്റേഴ്സിനെ ഡ്രൈവ് ചെയ്യുന്നത്, പ്രാക്ടിക്കാലിറ്റിയാണ് സീനിയേഴ്സിനെ ഡ്രൈവ് ചെയ്യുന്നത്. രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്താൽ അത് വളരെ ഗുണമുണ്ടാകും. അതുകൊണ്ട് അവരുടെ എനർജി നമുക്ക് ലെവറേജ് ചെയ്യാൻ കഴിയണം. ആ ലെവറേജ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കത് പോസിറ്റീവായി മുമ്പോട്ട് പോകാൻ കഴിയുക. അപ്പോൾ ഈ തുടർഭരണം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ പിണറായി വിജയൻ സാറും അതുപോലെ കേന്ദ്രത്തിൽ മോദി സാറും ആകാനുള്ള ചാൻസ് എത്ര കൂടുതൽ? മാറി വരുന്നതാണ് നല്ലത്. ഏത് പാർട്ടി ആണെങ്കിലും, കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും CPM ആണെങ്കിലും മാറി വരണം. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് നിരന്തരമായി ഭൂരിപക്ഷം കിട്ടുകയും മൃഗീയ ഭൂരിപക്ഷം ഇത് ഭരിക്കുകയും ചെയ്താൽ അത് എന്താ പറയുക, തെറ്റായ നിലപാടിലേക്ക് പോകും. എനിക്ക് ഇന്ദിരാഗാന്ധിയെ വളരെ ഇഷ്ടമാണ്. പക്ഷേ ശ്രീമതി ഇന്ദിരാഗാന്ധി ചെയ്ത 100% തെറ്റായ കാര്യമാണ് എമർജൻസി. നമ്മുടെ നാട്ടിൽ അടിയന്തരാവസ്ഥ ഒരിക്കലും ന്യായീകരിക്കാനാവാത്ത നമ്മുടെ ജനാധിപത്യത്തെ നശിപ്പിച്ച ഒരു കാലഘട്ടമാണ്. ഇന്ത്യ കണ്ട ഏറ്റവും അട്രോസിറ്റീസ് നടന്ന കാലഘട്ടങ്ങളിലൊന്നാണ്.